ഹായ്, സ്വാഗതം. 8th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ഹിസ്റ്ററി ചാപ്റ്റേഴ്സാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും ഈ ഒരു സീരീസ് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. 8th സ്റ്റാൻഡേർഡിൽ 11 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണെന്ന് പറയാം. നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ഹൗ, വെൻ ആൻഡ് വേർ. എങ്ങനെ, എപ്പോൾ, എവിടെ. ഹിസ്റ്ററി നമുക്ക് ഒരുപാട് ഡേറ്റ്സ് പഠിക്കാനുണ്ട്. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് മോർ ദാൻ ഡേറ്റ്സ്. ഒരു സർട്ടൻ പീരീഡിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പൊതുവെ പഠിക്കുന്നത്. ഹിസ്റ്റോറിയൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയെ ആൻഷ്യൻ, മെഡീവൽ ആൻഡ് മോഡേൺ ഇങ്ങനെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനും ആര്യന്മാരുടെ വരവും ഒക്കെയാണ് ആൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്നത്. പ്രീ വേദിക് പീരീഡ് ആൻഡ് വേദിക് പീരീഡ് ഉൾക്കൊള്ളുന്നതാണ് ആൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. 6th സെഞ്ച്വറി മുതൽ 13th സെഞ്ച്വറി വരെ ഏർലി മെഡീവൽ പീരീഡ് എന്നും 13th to 16th വരെ ലേറ്റ് മെഡീവൽ പീരീഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഡീവൽ പീരീഡിനെ അതായത് അറബ്സ് സിന്ധ് ക്യാപ്ചർ ചെയ്ത സമയം മുതൽ, അതായത് 712 AD മുതലാണ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നത് മുതലുള്ള സമയമാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേര് ഫ്രം ട്രേഡ് ടു ടെറിട്ടറി, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ ഒരു ചാപ്റ്റർ SCERT ടെക്സ്റ്റ് ബുക്കിൽ 7th സ്റ്റാൻഡേർഡിൻ്റെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹിസ്റ്ററി ബുക്കിൽ ഭാഗം 1. നമുക്കറിയാം, മുഗൾ ഭരണ സമയത്താണ്, അതായത് 1609 ജഹാംഗീർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് വില്യം ഹോക്കിൻസ് ട്രേഡ് കൺസെഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരുന്നത്. ഹോക്കിൻസ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോക്കിൻസിന് നിരാശനാകേണ്ടി വന്നു. പക്ഷേ 1611 ബ്രിട്ടീഷുകാർ ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. 1612ലും 16ലും പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. ഇതോടെ 1615 തോമസ് റോ ജഹാംഗീറിൽ നിന്ന് ഗുജറാത്തിലെ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതി നേടുകയും ചെയ്തു. അവസാനത്തെ ഇന്ത്യയിലെ ശക്തനായ മുഗൾ ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. 1707 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്ത്യയിലൊരു ശക്തമായ കേന്ദ്രീകൃത ഭരണം ഇല്ലാതെയായി. ഇഫക്റ്റീവ് സെൻട്രൽ പവർ ഇല്ലാതെ ചെറു നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1498 വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടുപിടിക്കുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെത്തി. തുടർന്നാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തുന്നത്. ബ്രിട്ടനിലെ ട്രേഡേഴ്സ് മെർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ് എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്ത്യയിലേക്കുള്ള വ്യാപാര ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇങ്ങനൊരു ഗ്രൂപ്പ് അവർ ഉണ്ടാക്കിയത്. ഇവർ 1600 ഒരു റോയൽ ചാർട്ടർ സംഘടിപ്പിച്ചു. അന്നത്തെ രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞിയിൽ നിന്നും അവരൊരു റോയൽ ചാർട്ടർ സംഘടിപ്പിച്ചു. ഈസ്റ്റ് വേൾഡുമായിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടിയായിരുന്നു ഇത് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1601 കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. 1651 ഹൂഗ്ലി നദീതീരത്ത് അവർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. കമ്പനി ട്രേഡേഴ്സ് ഫാക്ടേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ ബേസ് ആയിരുന്നു ബംഗാളിലെ ഫാക്ടറി. വ്യാപാരം വിപുലമായപ്പോൾ 1698 അവർ അവിടെ ഒരു ഫോർട്ട് ഉണ്ടാക്കി, ഒരു കോട്ട ഉണ്ടാക്കി. 2 വർഷം കഴിഞ്ഞ് അവർ മുഗൾ ഭരണാധികാരിയെ ബ്രൈബ് ചെയ്ത് ഒരു റോയൽ ഫർമാൻ സംഘടിപ്പിച്ചു, അതായത് ഒരു റോയൽ ഓർഡർ നേടിയെടുത്തു. എന്തിനു വേണ്ടി? ഡ്യൂട്ടി ഫ്രീ ട്രേഡിന് വേണ്ടിയുള്ള ഒരു ഓർഡർ അവർ നേടിയെടുത്തു. എന്നാൽ ഈ ഒരു ഫർമാൻ നൽകിയത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ജീവനക്കാർക്ക് കുറഞ്ഞ വേതനമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ജീവനക്കാരുടെ പ്രൈവറ്റ് ട്രേഡേഴ്സ് കമ്പനി ഒരിക്കലും തടഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രൈവറ്റ് ട്രേഡിന് വേണ്ടി റോയൽ ഫർമാൻ ആപ്ലിക്കബിൾ ആയിരുന്നില്ല. എങ്കിലും അവർ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്തി. ഇത് നവാബിൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അന്നത്തെ ബംഗാൾ നവാബിൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു മിസ്യൂസ് പെട്ടിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് 1756 സിറാജ് ഉദ്ദൗള ബംഗാളിൻ്റെ നവാബായിട്ട് ചുമതലയേൽക്കുന്നത്.
റോയൽ ഫർമാൻ്റെ മിസ്യൂസിനെതിരെ സിറാജുദ്ദൗള പ്രതികരിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി പവറിന് മുന്നിൽ സിറാജുദ്ദൗളയ്ക്ക് കൂടുതലായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബംഗാളിലെ ഫോർട്ട് വില്യം വികസിപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തീരുമാനം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇത് നിർത്തിവെക്കാനും അത് നശിപ്പിച്ചു കളയാനും സിറാജുദ്ദൗള, അതായത് ബംഗാൾ നവാബ്, ഉത്തരവിട്ടു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് തള്ളിക്കളഞ്ഞു. നവാബ് ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി സീസ് ചെയ്തു. 1756 ഫോർട്ട് വില്യം കീഴടക്കി. ഫോർട്ട് വില്യമിൽ അടച്ചിട്ട ബ്രിട്ടീഷുകാർ മരണമടയുകയും ബ്രിട്ടീഷുകാർ ഇതിനെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു കോൺഫ്ലിക്ട്സ് ആണ് ദ ഫേമസ് ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിച്ചത്. ഫോർട്ട് വില്യമിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ബ്രിട്ടീഷുകാർ മദ്രാസിൽ നിന്നും കൂടുതൽ സൈന്യവുമായാണ് തിരിച്ചു വന്നത്, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ. റോബർട്ട് ക്ലൈവ് നവാബിൻ്റെ ആർമി ചീഫായ മിർ ജാഫറിനെ കൂടെ കൂട്ടി 1757 കൊൽക്കത്ത കീഴടക്കുകയും ചെയ്തു. ശേഷം റോബർട്ട് ക്ലൈവ് കുറേ ഡിമാൻഡ്സുകൾ വെച്ചു. പക്ഷേ സിറാജുദ്ദൗള ഈ ഡിമാൻഡ്സുകൾ അംഗീകരിച്ചില്ല. തുടർന്ന് 1757 ജൂൺ 23 പ്ലാസിയിൽ വെച്ച് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവും ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിലും മിർ ജാഫറിനെയും ചീഫ് ട്രഷററിനെയും കൂട്ടുപിടിച്ചാണ് നവാബിനെ കീഴടക്കി കൊലപ്പെടുത്തുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ബ്രിട്ടീഷുകാർ മിർ ജാഫറിന് കൊടുത്ത ഓഫർ പ്രകാരം മിർ ജാഫറിനെ ബംഗാളിലെ നവാബായി പ്രഖ്യാപിച്ചു. മിർ ജാഫർ പക്ഷേ ഒരു പപ്പറ്റ് നവാബായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഒരു പപ്പറ്റായിരുന്നു മിർ ജാഫർ. ഒരു പപ്പൻ നവാബിനെ വെച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായ വെൽത്ത് ബംഗാളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയായിരുന്നു കമ്പനി ശ്രമിച്ചത്. ഇതിനെ തുടർന്ന് ബംഗാളിലും ബീഹാറിലും ഒറീസയിലും ഡ്യൂട്ടി ഫ്രീ ട്രേഡിന് അനുമതി ലഭിച്ചു. കൂടാതെ പ്രൈവറ്റ് ട്രേഡേഴ്സിനും ഡ്യൂട്ടി ഫ്രീ ട്രേഡിന് അനുമതി ലഭിച്ചു. മിർ ജാഫറിനെ ഉപയോഗിച്ച് ബംഗാളിലെ വെൽത്ത് മാക്സിമം ട്രെയിൻ ചെയ്തെടുക്കാനാണ് കമ്പനി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് നികുതി പിരിക്കാനോ അവരുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാനോ മിർ ജാഫറിന് കഴിഞ്ഞില്ല. സോ അവർ മിർ ജാഫറിൻ്റെ സണ്ണിലോ ആയ മിർ കാസിമിനെ പുതിയ നവാബാക്കുകയും ചെയ്തു. പക്ഷേ മിർ കാസിം ബ്രിട്ടീഷുകാരുടെ പപ്പറ്റ് നവാബായിരുന്നില്ല. അദ്ദേഹം ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷമുള്ള കംപ്ലീറ്റ് നികുതി ഇളവ് മിർ കാസിം അനുവദിച്ചില്ല. ഇന്ത്യൻ കച്ചവടക്കാർക്കും ഡ്യൂട്ടി ഫ്രീ ട്രേഡിന് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ നീക്കങ്ങളെ ശക്തിയായി എതിർത്തു. അതുകൊണ്ട് തന്നെ മിർ കാസിമിൻ്റെ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും പല സന്ദർഭങ്ങളിലും ഏറ്റുമുട്ടലുകൾ നടന്നു. തുടർച്ചയായി പരാജയങ്ങളിൽ നിന്നും മിർ കാസിമിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഒറ്റയ്ക്ക് ബ്രിട്ടീഷുകാരോട് ജയിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ഷുവാജ് ഉദ്ദൗളയെയും ഷാ ആലം രണ്ടാമനെയും കൂടെ കൂട്ടി. ഇവർ 1764 ഒക്ടോബർ 22 ബക്സറിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി ഏറ്റുമുട്ടി. ഇതോടെ ബംഗാൾ, ബീഹാർ, ഒറീസയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു. ഇതിനുശേഷം മിർ ജാഫറിനെ വീണ്ടും ബംഗാളിലെ നവാബാക്കി. 1764 ഒക്ടോബർ 22 ബക്സർ യുദ്ധം നടക്കുന്നത്. 1765 അലഹബാദ് ട്രീറ്റി സൈൻ ചെയ്തത് എംപറർ ഷാ ആലം രണ്ടാമനും റോബർട്ട് ക്ലൈവുമായിരുന്നു. മിർ കാസിമിനെ ഇതോടെ ഈ ഒരു അലഹബാദ് ട്രീറ്റിയോടെ മിർ കാസിമിൻ്റെ ആർമി ബ്രിട്ടീഷുകാർക്ക് കീഴിലായി. നവാബിന് പ്രധാനമായി രണ്ട് ഫംഗ്ഷൻസാണ് ഉണ്ടായിരുന്നത്. നിസാമത്ത് ഫംഗ്ഷനും, അതായത് നിസാമത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. നിസാമത്ത് ഫംഗ്ഷനും ദിവാനി ഫംഗ്ഷനും, റവന്യൂ കളക്ഷൻ, ഇത് രണ്ടും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമനെ അലഹബാദ് ഫോർട്ടിൽ തടങ്കലിൽ വെച്ചു. ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ബംഗാൾ, ബീഹാർ, ഒറീസ ബ്രിട്ടീഷുകാരുടെ കീഴിലായി കംപ്ലീറ്റ് ആയിട്ട്. ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ബ്രിട്ടീഷുകാർ അധികാരത്തിലേക്ക് വരുന്നൊരു ചിത്രമാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. റോബർട്ട് ക്ലൈവിനെ ഫസ്റ്റ് ബംഗാൾ ഗവർണറായി ഡിക്ലെയർ ചെയ്തു. റോബർട്ട് ക്ലൈവ് നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് പരിഷ്കാരങ്ങളെ ഡ്യുവൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം നവാബിൻ്റെ നിസാമത്ത് ഫംഗ്ഷൻ ഡെപ്യൂട്ടി സുബേദാർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ബ്രിട്ടീഷുകാരുടെ നോമിനി ആയിരിക്കും അത് നോക്കി നടത്തുക എന്ന് തീരുമാനിച്ചു. കൂടാതെ ദിവാനി ഫംഗ്ഷൻ, അതായത് റവന്യൂ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബ്രിട്ടീഷുകാർ അപ്പോയിൻറ്റ് ചെയ്ത ഡെപ്യൂട്ടി ദിവാനായിരിക്കും നോക്കുക. ദിവാനി ഫംഗ്ഷൻ്റെ പൂർണ്ണ അധികാരവും നിസാമത്ത് ഫംഗ്ഷൻ്റെ നേരിട്ടല്ലാത്ത അധികാരവും ബ്രിട്ടീഷുകാരുടെ കൈകളിൽ വന്നു. റവന്യൂ കളക്ഷൻ ബ്രിട്ടീഷുകാർ നേരിട്ടും
അഡ്മിനിസ്ട്രേഷൻ നവാബ് വഴി ഇൻഡയറക്റ്റായും. ഇങ്ങനെ 2 രീതിയിലാണ് റോബർട്ട് ക്ലൈവ് ഭരണം നടത്തിയത്. ഡ്യുവൽ സിസ്റ്റത്തിൽ ജനങ്ങളുടെ വെൽഫെയർ നവാബിൻ്റെ ഉത്തരവാദമായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നവാബിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. മുഴുവൻ റവന്യൂ കളക്ഷനും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. അവർ കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രമേ ലക്ഷ്യമാക്കുന്നുണ്ടായിരുന്നുള്ളൂ. നികുതി ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. കമ്പനി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിരുന്നു 1770 ബംഗാൾ ക്ഷാമം. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ വ്യാപാരങ്ങൾക്ക് വെല്ലുവിളിയായത് മൈസൂർ സുൽത്താനായ ഹൈദർ അലി ആയിരുന്നു. 1767 തുടങ്ങി 1769 വരെയായിരുന്നു മൈസൂർ റൂളറായിരുന്ന ഹൈദർ അലിയും ഇംഗ്ലീഷുകാരുമായുള്ള ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. ഇതിൽ ഇംഗ്ലീഷുകാർ പരാജയപ്പെടുകയും മദ്രാസ് ട്രീറ്റി സൈൻ ചെയ്യുകയും ചെയ്തു. 1780 മുതൽ 1784 വരെയായിരുന്നു സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. 1782 ഹൈദർ അലിയുടെ മരണത്തെ തുടർന്ന് പുത്രനായിരുന്ന ടിപ്പു സുൽത്താൻ യുദ്ധം തുടരുകയും 1784 മാംഗ്ലൂർ ട്രീറ്റിയോടെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഈ സമയത്ത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇംഗ്ലീഷുകാരുടെ ഗവർണർ ജനറൽ. 1790-92 വരെയായിരുന്നു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടന്നത്. 1792 ശ്രീരംഗപട്ടണം ട്രീറ്റിയോടെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, ഈ ഒരു യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. ആർതർ വെല്ലസ്ലി ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ സൈഡിൽ ടിപ്പുവിനെ നേരിട്ടിരുന്നത്. മറാത്ത വാർ, ആംഗ്ലോ മറാത്ത വാർ. 1773 റെഗുലേറ്റിംഗ് ആക്ടോടെ വാറൻ ഹേസ്റ്റിങ്സ്, അതായത് ബംഗാൾ ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം കൈവന്നു. ടെറിട്ടറി വ്യാപിപ്പിച്ച് കൂടുതൽ പ്രോഫിറ്റ് നേടാൻ അവർ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായാണ് ആംഗ്ലോ മൈസൂർ വാറും മറാത്ത വാറും ഉണ്ടായത്. ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെട്ട് കൂടുതൽ ടെറിട്ടറി വ്യാപനം എന്നതായിരുന്നു അവരുടെ ഒരു പോളിസി. ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്സ് ആയിരുന്നു മറാത്ത, ഹൈദരാബാദ് ആൻഡ് മൈസൂർ. മറാത്തയിൽ പേഷ്വമാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 3 ആംഗ്ലോ മറാത്ത വാറാണ് നടന്നത്. 1782 സാൽബൈ ട്രീറ്റിയോടെയാണ് ഫസ്റ്റ് യുദ്ധം അവസാനിക്കുന്നത്. 1782 സാൽബൈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ആർക്കും വ്യക്തമായ വിജയം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് മറാത്ത വാറിൽ, ആംഗ്ലോ മറാത്ത വാറിൽ. 1803, 1805 വരെയായിരുന്നു രണ്ടാം ആംഗ്ലോ മറാത്ത വാർ നടന്നത്. ഇതോടെ ഒറീസയും ആഗ്രയും ഡൽഹിയും ഭാഗികമായി ബ്രിട്ടീഷുകാർക്ക് കീഴിലായി. 1817 മുതൽ 19 വരെയായിരുന്നു തേർഡ് വാർ നടന്നത്. ഈ ഒരു യുദ്ധത്തിൽ മറാത്തയെ കംപ്ലീറ്റായി ഡിസ്ട്രോയ് ചെയ്യുകയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. 1813 മുതൽ 23 വരെ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഈ ഒരു പോളിസി കൊണ്ടുവന്നത്. ഈ ഒരു പോളിസി പ്രകാരം കമ്പനി സുപ്രീം പവർ ആയിരുന്നു. 1843 സിന്ധ് കീഴടക്കിയതിന് ശേഷം പഞ്ചാബിലേക്ക് തിരിഞ്ഞു. പക്ഷേ പഞ്ചാബിലെ ഭരണാധികാരിയായിരുന്ന രഞ്ജിത് സിംഗ് ഒരു വെല്ലുവിളിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. പക്ഷേ 1839 അദ്ദേഹത്തിൻ്റെ മരണശേഷം പഞ്ചാബും അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവരിൽ പ്രധാനിയായിരുന്നത്. 1824 ഇവർ അറസ്റ്റിലാവുകയും 1829 ഇവരുടെ മരണശേഷം റായണ്ണ ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. 1830 ഇദ്ദേഹവും ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ടു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നയം. ബ്രിട്ടീഷുകാരുടെ മറ്റൊരു അനക്സേഷൻ പോളിസി ആയിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. 1848 മുതൽ 56 വരെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭുവാണ് ഈ ഒരു പോളിസി നടപ്പിലാക്കിയത്. ഒരു രാജ്യത്തെ രാജാവിന് അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ ദത്തെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം അനന്തരാവകാശികൾ ഇല്ലാതെ വന്നാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് അനക്സ് ചെയ്യപ്പെടും. 1848 ജയ്പൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ ഒരു പോളിസി പ്രകാരം അനക്സ് ചെയ്യപ്പെട്ടു.
ഈ ഒരു അനക്സേഷൻ പോളിസി ജനങ്ങൾക്കിടയിലും ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിലും ഒരുപോലെ പ്രതിഷേധം ഉണ്ടാക്കി. 1857 വിപ്ലവത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു അനക്സേഷൻ പോളിസി കൂടി ആയിരുന്നു. 1773 മുതൽ 85 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പോളിസീസ് കമ്പനി പവർ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. ബംഗാളിൽ മാത്രമായിരുന്ന കമ്പനിയുടെ അധികാരം ബോംബെയിലും മദ്രാസിലും വ്യാപിപ്പിക്കാൻ ഹേസ്റ്റിങ്സിന് സാധിച്ചിരുന്നു. ബ്രിട്ടീഷ് ടെറിട്ടറിയുടെ 3 പ്രധാന പ്രസിഡൻസി ആയിരുന്നു ബോംബെ, മദ്രാസ് ആൻഡ് ബംഗാൾ. ഇതിൻ്റെ ഹെഡായിരുന്നത് ഗവർണറായിരുന്നു. ഭരണത്തിൻ്റെ സുപ്രീം ഹെഡായിരുന്നത് ഗവർണർ ജനറൽ ആയിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 1772 പുതിയൊരു നീതിന്യായ വ്യവസ്ഥ നിലവിൽ വന്നു. ക്രൈം കോർട്ട് ആൻഡ് സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിൻ്റെ ഹെഡായിരുന്നത് ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു. ഇന്ത്യയിലെ മുഗൾ ആർമി പ്രധാനമായും കാവലറിയും ഇൻഫാൻട്രിയും ആയിരുന്നു, കുതിരപ്പടയാളികളും കാലാളുകളും. 18th സെഞ്ച്വറി ആയപ്പോഴേക്കും അവധും ബനാറസും പെസൻസിനെയും സൈന്യത്തിലേക്ക് ചേർക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ അഡോപ്റ്റ് ചെയ്തു. അതായത് ഇന്ത്യക്കാരെ ആർമിയിൽ ചേർത്ത് ട്രെയിൻ ചെയ്ത് ബ്രിട്ടീഷ് ആർമിയിലേക്ക് ചേർത്തു. സിപ്പായി ആർമി എന്നാണ് ഇന്ത്യൻ സോൾജേഴ്സ് അറിയപ്പെട്ടിരുന്നത്. വ്യാപാര ആവശ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർ അങ്ങനെ 1857 ആയപ്പോഴേക്ക് ഇന്ത്യയുടെ 63% ഭാഗത്തിൻ്റെ ഭരണാധിപന്മാർ ആയിത്തീർന്നു. പ്രധാനമായും യുദ്ധങ്ങളിലൂടെയും നിയമനിർമ്മാണങ്ങൾ വഴിയുമാണ് ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇന്ത്യയുടെ ഭരണത്തിലേക്ക് പതിയെ എത്തിച്ചേർന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ദ ബാറ്റിൽ ഓഫ് ബക്സാർ. ഈ യുദ്ധത്തിലൂടെ ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായി. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലൂടെയാണ് മലബാറും കൂർഗും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. മറാത്ത യുദ്ധത്തോടെ മറാത്ത പൂർണ്ണമായും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായി. നിയമനിർമ്മാണങ്ങൾ വഴി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഝാൻസി, സത്താറ, നാഗ്പൂർ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം. ഇതിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ രാജ്യങ്ങൾ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയോട് അവർ കൂട്ടിച്ചേർത്തത്. ഡോക്ട്രിൻ ഓഫ് ഫ്ലാപ്സിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രധാന നാട്ടുരാജ്യങ്ങളാണ് ഝാൻസി, സത്താറ ആൻഡ് നാഗ്പൂർ. Thank you for watching.